ഇന്ത്യയിലെ 14ാമത്തെയും കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2024 അഡ്മിഷൻസ് നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. എല്ലാ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഈ വർഷം വളരെയധികം ജനവിഭാഗം ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം അഡ്മിഷൻ പോർട്ടൽ സജീവമാകും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഫീ കളക്ഷൻ എല്ലാം ഓൺലൈൻ വഴി മാത്രമാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പഠിതാക്കൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് www.sgou.ac.in സന്ദർശിക്കുന്നത് വളരെ അഭികാമ്യമാണ്. 2020 സ്ഥാപിക്കപ്പെട്ട സർവകലാശാല പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനും നിലവിലുള്ള വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും കേരള സർക്കാർ സ്ഥാപിച്ച സർവകലാശാല. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ 2024 അഡ്മിഷൻസ് പ്രോസ്പെക്ടസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഠിതാക്കൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എടുക്കണം, അതിൻ്റെ നിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രോസ്പെക്ടസിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, വളരെ വിശദമായി തന്നെ. പലപ്പോഴും വളരെ വിചിത്രമായ ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് കേൾക്കാനിടയായിട്ടുണ്ട്. ചിലർ ചോദിക്കും, മിസ്സേ ഇവിടെ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുമോ? ഇതൊരു സർക്കാർ വക സ്ഥാപനമാണ്, ഇവിടെ മാനേജ്മെൻറ്റ് സീറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല എന്ന് കേൾക്കുമ്പോൾ കൊല്ലക്കാർക്ക് തന്നെ അതിശയമാണ്. അപ്പോൾ അത്രമാത്രം ഒരു തെറ്റിദ്ധാരണ യൂണിവേഴ്സിറ്റിയെ പറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവാണ്. ഇത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സർവകലാശാലയാണ്. അതുകൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകൾ, ഇത് SN ട്രസ്റ്റിൻ്റെ യൂണിവേഴ്സിറ്റി ആണോ എന്ന് പൊതുവേ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ സർവ്വസാധാരണമായി കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ അഡ്മിഷൻസിന് ഒരു വിധത്തിലുള്ള കോട്ടാസും ഇവിടെ ഇല്ല. മാനേജ്മെൻറ്റ് കോട്ട, വേറെ ഒരു കോട്ടയും ഇവിടെ ഇല്ല. എങ്കിൽ സർക്കാർ അനുവദിക്കുന്ന ഫീസ് കൺസെഷൻ അർഹതപ്പെട്ട കുട്ടികൾക്ക് ഇവിടെ നൽകുന്നുമുണ്ട്. നിങ്ങൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നോ അതിവിടെ പഠിക്കാം. അതാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു സൗന്ദര്യം. ഏത് പ്രായത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കാം, ഇവിടെ ചേരാം. ഏത് പ്രായക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു സർവകലാശാലയാണ് ഓപ്പൺ സർവകലാശാല. നിങ്ങൾ ഏത് പ്രായത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രായത്തിൽ പഠനം തുടങ്ങാം. അതാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു സൗന്ദര്യം. അതാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ വേറിട്ട് നിർത്തുന്നത്. യൂണിവേഴ്സിറ്റി 28 പ്രോഗ്രാംസാണ് ഈ അക്കാഡമിക് ഇയർ ഓഫർ ചെയ്യുന്നത്. 16 UG ഡിഗ്രി പ്രോഗ്രാംസും 12 PG പ്രോഗ്രാംസും. ഇതിൽ 6 പ്രോഗ്രാം ഈ വർഷം 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് മാറ്റിയിരിക്കുകയാണ്. 10 UG പ്രോഗ്രാം 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. PG പ്രോഗ്രാംസ് 12 എണ്ണം ഉണ്ട്. ഈ ഒരു ചോയ്സാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ സൗന്ദര്യം. പഠിതാക്കൾക്ക് കൊടുക്കുന്ന ഈ ഒരു ചോയ്സാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ ശക്തി. നിങ്ങൾ ഏത് പ്രോഗ്രാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, ഏത് പ്രായത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവോ ഇവിടെ ചേരാം. പലപ്പോഴും നമ്മൾ കാണുന്നത് റെഗുലർ കോളേജുകളിൽ പഠിതാക്കൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രാംസിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാറില്ല. ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങുമ്പം തൊട്ട് മാതാപിതാക്കളും കുട്ടികളും വളരെ ടെൻഷനിലുമാണ്. അവരുദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടുമോ, ഉദ്ദേശിക്കുന്ന കോളേജ് കിട്ടുമോ. ഇഷ്ടമില്ലാത്ത കോഴ്സ് പഠിക്കുന്നതിൽ പരം ഒരു ട്രാജഡി ലൈഫിൽ വേറെ ഉണ്ടാകാനില്ല. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സീറ്റ് ലിമിറ്റേഷൻസ് ഇല്ല, ഏജ് ലിമിറ്റേഷൻ ഇല്ല, മാർക്ക് ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾ +2 പാസ്സായതാണോ നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ഉറപ്പാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഡിഗ്രി പാസ്സായ വ്യക്തിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന PG പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും.
ഇതാണ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ പ്രോസ്പെക്ടസ് ഒന്ന് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. അതെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, നമ്മളൊരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ അവകാശവുമാണ്, അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഇനിയും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കൻറ്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കയ്യിൽ കരുതിയിരിക്കണം, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ആധാർ നമ്പർ ഉണ്ടായിരിക്കണം, നിങ്ങളൊരു ആധാർ ഉടമയായിരിക്കണം, ഇമെയിൽ ID ഉണ്ടായിരിക്കണം, അതുപോലെ നിങ്ങൾക്കൊരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഈ ഇമെയിൽ IDയിലും ഈ ഫോൺ നമ്പറിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയോ വേറെ ഏതെങ്കിലും വഴിയോ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടുളവാക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ മെയിൽ IDയും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇല്ല എങ്കിൽ അതുപോലെ ഫോൺ നമ്പറും നിങ്ങൾ കരുതി വെക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയാണ്. അതും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡഡ് ആണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞുകൊള്ളാം. 3 ഇയർ 4 ഇയർ ഏത് BA പ്രോഗ്രാം ആണെങ്കിലും, എന്നുവെച്ചാൽ 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമും 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിനും ഒരേ ഫീസ് സ്ട്രക്ചറാണ്. 4530 റുപ്പീസാണ്, 4530 രൂപയാണ് എല്ലാ BA പ്രോഗ്രാംസിനും. BComനും 4530 BBAക്ക് അല്പം ഹൈക്കുണ്ട്, 5330 രൂപയാണ് BBAയുടെ ഫീസ്. BCA 6330, 6330. MA പ്രോഗ്രാംസ്, എല്ലാ MA പ്രോഗ്രാംസും 5270, MComനും 5270, 5270. ഈ ഫീസ് എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ട ആകെ ഫീസാണിത്. ആദ്യ സെമസ്റ്റർ ഫീസ് ഉൾപ്പെടെയാണിത്. ഫസ്റ്റ് സെമസ്റ്റർ ഫീസും ഇതിൽ ഉൾപ്പെടും. അഡ്മിഷൻ സമയത്ത് ആകെ മൊത്തം നിങ്ങൾ അടയ്ക്കേണ്ട തുകയാണ്. ഒന്നുകൂടെ പറയാം, BA പ്രോഗ്രാംസിന് 4530, BComനും അത് തന്നെ, BBA 5330, BCA 6330, MA പ്രോഗ്രാംസും MComനും 5270. എല്ലാ ഫീസും യൂണിവേഴ്സിറ്റി ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുന്നത്. നിർദ്ദേശങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്, വേറെ ഒരു ഏജൻസിയും ഫീസ് കളക്ട് ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം നിങ്ങളെ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അതിന് ഉത്തരവാദിയല്ല. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി മാത്രം, ഓൺലൈൻ വഴി മാത്രം ആണ് ഫീസ് കളക്ട് ചെയ്യുന്നത്. അക്കാഡമിക് പോർട്ടലിൽ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ജൂൺ 20 അപ്പം നിങ്ങൾ കരുതേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ നിങ്ങളുടെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സ്, അതിൻ്റെ എല്ലാം സ്കാൻഡ് കോപ്പി നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇട്ട് വെക്കുക. അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സും 10th ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ +2ൻ്റെ, അതുപോലെ PGക്കാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റും, അതെല്ലാം PDF ആക്കി സ്കാൻ ചെയ്ത് വെക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. SC ST OEC വിഭാഗം കാൻഡിഡേറ്റ്സ് അവർക്ക് ഫീ കൺസെഷനുണ്ട് ആസ് പെർ ഗവൺമെൻറ് നോംസ്. ആ വിഭാഗത്തിൽ പെടുന്ന അപേക്ഷകർ 1 വർഷത്തിന് താഴെ കാലാവധിയുള്ള ജാതി വരുമാന സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും അവർ കരുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ക്ലാസ്സസ് ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സിലായിരിക്കും. കേരളത്തിലെ ആകെ മൊത്തം നമുക്ക് 23 ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ ജില്ലയിലെ ഏതാ ലേണർ സപ്പോർട്ട് സെൻറ്റർ എന്ന് മനസ്സിലാവും. അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റാതെ നിങ്ങളുടെ വീടിനടുത്തുള്ള ലേണർ സപ്പോർട്ട് സെൻറ്റർ ചൂസ് ചെയ്യുക. അതുപോലെ പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ഒരിക്കൽ ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 വരെ ഉണ്ട്. നിങ്ങൾ ധൃതി വെക്കാതെ സാവകാശത്തിൽ, കാരണം ഈ സീറ്റ് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് എങ്ങും പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സീറ്റ് ലിമിറ്റേഷൻ ഇല്ല, മാർക്ക് ലിമിറ്റേഷൻ ഇല്ല. അപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നീട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുക.
അപ്പോൾ ഒന്നുകൂടെ പറയാം, ആധാർ നമ്പർ നിർബന്ധമാണ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ ഇവയെല്ലാം കരുതി വെക്കുക. ജൂൺ 20 അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവും. അപ്പം നിങ്ങൾക്കതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോയും താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.